बट यहाँ देखो यार कितना दूर से നോ 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 ഞാനത് പൊട്ടിക്കൊന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഫുള്ള് റൂമൊന്നും കിട്ടാതെ അവസാനം ആ ഫ്രണ്ട്സ് വഴി അവർ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത സ്ഥലമാണിത്. നല്ല ഭാഗ്യത്തിനാണ് ഈ സ്ഥലം കിട്ടിയത്. ഈ ഒരു മിസ്റ്റി വെതറിൽ വേറെ ഒന്നും ഇവിടെ കാണുന്നില്ല. ഞാൻ കാണിച്ചു തരാം. സമയം 8:30. ഫുൾ കോടയായിട്ട് കിടക്കാണ്. ഇവിടുത്തെ ചെറിയൊരു സ്വിമ്മിങ് പൂളാണ്. ചിറാപുഞ്ചി ഇത്രയധികം കോടയും മഞ്ഞുമാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ മഴ പെയ്തുകൊണ്ടായിരിക്കും. നമ്മുടെ വണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. ഇതാണ് റിസോർട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു വാക്കിന് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് കാണാൻ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇങ്ങോട്ടുള്ള ഇവിടെ കുറേ റിസോർട്ടുകളുണ്ട് ഈ ഏരിയയിൽ. അങ്ങോട്ട് നടന്നു പോയി കുറച്ചങ്ങ് ദൂരം ചെന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ ഫ്രണ്ട്സ് താമസിക്കുന്നത്. അത് ആക്ച്വലി ഭയങ്കര ഭാഗ്യത്തിന് കിട്ടി. ഇന്നലെ ചിറാപുഞ്ചി ടൗണിൽ കിടന്ന് ശരിക്കും നമ്മൾ ഓടി. അവസാനം വിചാരിച്ച് വണ്ടി കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്നുള്ളത്. ഇങ്ങനത്തെ കുറേ ചെറിയ ചെറിയ റിസോർട്ട്സുകളുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. സെറീൻ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ റിസോർട്ടിലെ ലോക്കൽ ഗൈഡാണ്. നോ നോ എല്ലായിടത്തും ഭയങ്കര കമ്പനി. ഇവിടെ ഇവിടെ ഇവിടുത്തെ വലിയ ആളാണല്ലേ. ഇങ്ങോട്ട് വരില്ല. എനിക്ക് പാലക്കാട്ടി. ഹലോ, എന്താണ് ഒരു താല്പര്യമില്ലാതെ ഫുഡ് തപ്പി വന്നവൻ. എല്ലാവരുടെടുത്തും കമ്പനി പോയി. നല്ല ചൂട് പൂരി തന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. നമ്മളെന്തായാലും ചെക്ക് ഔട്ട് ചെയ്തിട്ട് അപ്പുറത്തുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കോട്ടേജിലേക്ക് പോവാണ്. അങ്ങനെ ചെക്ക് ഔട്ട് ചെയ്ത് വണ്ടി എടുത്ത് നമ്മൾ അവരുടെ കോട്ടേജിലേക്ക് പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അരവിന്ദും സുകൃതിയും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും ഇവരുടെ കൂടെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഗുവാഹട്ടിയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഉള്ള ചിറാപുഞ്ചിയുടെ ഏരിയ ഒക്കെ നമ്മളിനി എക്സ്പ്ലോർ ചെയ്യും. ഇവർക്ക് 2 മണിക്കൂറാണ് സമയമുള്ളൂ. ഇവർക്ക് പെട്ടെന്ന് അവിടെ എത്തണം. ഉമിയം ലേക്കിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്യേണ്ടത് ഗുവാഹട്ടിയിലാണ്. കാരണം നമ്മൾ നാളെ കാസിരംഗയിലേക്കാണ് പോകുന്നത്. ഇവരിന്ന് ഉമിയം ലേക്കിൽ ഒരു ഐലൻഡിലാണ് സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തണം. നമ്മളെന്തായാലും അവർ മുന്നിൽ പോവാണ്. നമ്മളെന്തായാലും ഇവിടുന്ന് നേരെ അർവാ കേവ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട്. ഒരു കേവാണ്. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് അർവാ കേവ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് വണ്ടി ഓടിച്ച് പോകാനുണ്ട്. ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. ഗേറ്റിൽ നിന്നും അർവാ കേവിലേക്ക് കുറച്ച് വണ്ടി ഓടിച്ച് പോകണമെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു സർപ്രൈസ് സീൻ കിട്ടിയത്. അവിടെ പോകുന്ന വഴിക്ക് ഒരു ഭീകരമായ സ്ഥലം. ഇതെന്താന്ന് പോലും അറിയില്ല. നമ്മൾ വെറുതെ കയറുന്നതൊക്കെ ഫുൾ കാടാണ്. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മൊത്തം കോട പിടിച്ച് കിടക്കാണ്. താഴേക്കൊരു വഴിയുണ്ട്. അവിടെ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. ഈ വഴിയാണ് നമ്മൾ വന്നത്. നോ 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 ഞാനത് പൊട്ടിക്കൊന്നുമില്ല. ഇതിവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. കണ്ണ തട്ടല്ലേ. ഹായ് സർ. ഹായ് ഹായ്. Very nice. What is there down, sir? Village. ലോക്കലാണ്, ലോക്കൽ മനുഷ്യനാണ്. വലിയ അങ്ങോട്ടോ താഴെ പോയി
അട്ടയുണ്ടെന്ന് ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മേഘാലയ ഈ ഫ്ലോർ ആൻഡ് ഫോണ് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. അട്ട ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പാൻറ്റൊക്കെ കയറ്റിയിട്ടുണ്ട്. നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ പരിപാടിയിലേക്ക് പോവാണ്. How was it? Amazing place. You finished your wine or what? No, no. Okay. We have some. അപ്പം നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു. എന്തായാലും സമയം 11:30 ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇനിയും സമയമുണ്ട്. ഒരു 2 മണി വരെയൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിയാൽ മതി. ഇവർ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ നൊക്ലിക്കായ് ഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾസ് ഉണ്ട്, അങ്ങോട്ട് പോവാണ്. ചിറാപൂഞ്ചിയിൽ നിന്നും 7 കിലോമീറ്റേഴ്സാണ് ഇങ്ങോട്ടുള്ള ദൂരം. നമുക്ക് എന്തായാലും ഉച്ചവരെയുള്ള സമയമുണ്ട്. നമ്മളപ്പോൾ അടുത്ത് എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തേടി നമ്മൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങി. സൊഹ്റ എന്നാണ് പഴയ ചിറാപൂഞ്ചിയുടെ പേര്. ഇങ്ങനെ ബ്യൂട്ടിഫുൾ മൗണ്ടൻസും വെള്ളച്ചാട്ടങ്ങളൊക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ലാൻഡാണ് കേട്ടോ മേഘാലയ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വൈബ് വേറെ അറിയാം. നൊക്ലിക്കായിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഇവിടെ നിന്നൊരു ടേൺ എടുത്തു. ഈ കുന്നുകളും താഴ്വാരങ്ങളും ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും ലോക്കൽ ആളുകളുടെ കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും ആ യാത്ര കംപ്ലീറ്റ് ആവുന്നതും അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്നതും. നമ്മൾ അങ്ങനെ നൊക്ലിക്കായ് ഫോൾസിലെത്തിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് സർപ്രൈസ് എന്ന രീതിയിൽ ഈ കോട വന്ന് മൂടിക്കിടക്കുവാണ്. ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര ഒരു മെജസ്റ്റിക് ആയിട്ടുള്ള വാട്ടർഫോൾസ് ആണെന്ന് കേട്ടിട്ടുമുണ്ട്, ഇതിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇവിടം വരെ വന്നിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റിയില്ല. നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കുറച്ച് ചെടിയും പൂക്കളൊക്കെ ഇവിടുന്ന് പെറുക്കി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാമെന്നാണ് അശ്വതി ആലോചിക്കുന്നത്. ബംഗ്ലാദേശ് ബോർഡറിൻ്റെ പനോറാമിക് വ്യൂ ഇവിടുന്ന് നോക്കിയാൽ കാണാം. മിസ്റ്റി ആയതുകൊണ്ട് വിസിബിൾ അല്ല. അങ്ങനെ നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചിറാപൂഞ്ചി ടൗണിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇത് ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം ഇവിടെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അതുമാത്രമല്ല ഇത് ചിറാപൂഞ്ചിയിലെ ഒരു ലാൻഡ് മാർക്കും കൂടിയാണ്. എല്ലാവർക്കും ഈ റെസ്റ്റോറൻറ്റ് അറിയാം. ഇവിടെ എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മലയാളം ഉണ്ടല്ലോ. സ്വാഗതം. കൊള്ളാം. ശ്രുതിക ഓൾറെഡി എന്തൊക്കെ വാങ്ങാനുള്ള പരിപാടി. ചോക്കോ പൈൻ്റെ ഒരു പെട്ടിയോ? ഫുഡ് കൾച്ചറൊക്കെ കേരളമായിട്ട് ഭയങ്കര സിമിലറാണ് മേഘാലയ. അതിന് പ്രധാന കാരണം ചോറും കറിയാണ്. ദോശ പക്ഷേ ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടുന്നതാണ്. അശ്വതി അതാ കഴിക്കുന്നത്. ഞാൻ നല്ല പൂ പോലത്തെ അരി കൊണ്ടുള്ള മേഘാലയൻ ചോറും കറിയും. ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടാൽ മണിയടിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ചിറാപൂഞ്ചിയോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഷിലോങ് വഴി നേരെ ഗുവാഹട്ടിയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കാണ് ഉമിയം ലേക്ക്. സൺസെറ്റ് അവിടെ പിടിക്കാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി ഈ മലയൊക്കെ ഇറങ്ങി താഴെ എത്തണം. വീണ്ടും ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് നിർത്തി. കുറേ ചെടിക്കടകൾ കണ്ടപ്പം അശ്വതിക്കൊരു മോഹം കുറേ എണ്ണം വാങ്ങി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന്. സ്ഥിരം സീനാണ്. എന്തായാലും നമ്മൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. മേഘാലയയിൽ നമ്മൾ വന്നിട്ട് എവിടെ നമ്മളൊരു സ്റ്റോപ്പ് അടിക്കുകയാണെങ്കിലും അവിടെ ഒരു ചെറിയ വാട്ടർഫോളെങ്കിലും ഉണ്ടാവാതിരിക്കാറില്ല. ഒരാൾ ചെടി വാങ്ങിച്ചിരിക്കുകയാണ്. എന്ത് ചെടിയാ എന്താ അറിയില്ല. നല്ല ഇവിടുത്തെ നീറ്റ്. वो वेजिटेबल्स नहीं ले ले चाहिए. आलू आलू
ചെറിയൊരു വാട്ടർഫോൾ ആണെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല ഫ്രഷ് വാട്ടറാണ്. കോട പിടിച്ച് കിടക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുന്നുകളും താഴ്വാരങ്ങളൊക്കെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഏതാണ്ട് ഷില്ലോങ് എത്താറായിരിക്കുകയാണ്. ഷില്ലോങ്ങിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഉമിയം ലേക്കിലേക്ക് എത്താനായിട്ട്. ഉമിയം ലേക്ക് കഴിഞ്ഞ് നേരെ പോയാലാണ് ഗുവാഹട്ടി സിറ്റി. ഷില്ലോങ് സിറ്റി അന്ന് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇന്നിപ്പം വലിയ കുഴപ്പം കാണുന്നില്ല. വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഉമിയം ലേക്കിൽ എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ക്ലോസിങ് ടൈമായി. നമുക്ക് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 5:05 കൂടി ഇവിടെ ഇരുട്ടാവുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ക്ലോസ് ചെയ്യും. നമ്മളെന്തായാലും സൺസെറ്റിൻ്റെ ഒരു ചെറിയ വിഷ്വലൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. ഷില്ലോങ്ങിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ഡയറക്ഷനിൽ ഒരു 15 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഈ ഉമിയം ലേക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു മാൻമെയ്ഡ് റിസർവോയർ ആണ്. ഷില്ലോങ്ങിലെയും മേഘാലയയിലൊക്കെ ഒരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ലേക്ക്. ആർമിക്കാരുടെ എന്തോ പരിപാടിയാണ് ഇവിടെ. എന്തോ ബോട്ടിംഗ് കോൺടെസ്റ്റ് എന്തോ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ പണിയുന്നുണ്ട് കുറേ. നമ്മൾ ജസ്റ്റ് ബോട്ടിംഗ് കോൺടെസ്റ്റ് നടത്തുക. ആർമിയുടെ ഭയങ്കര കിടലം വ്യൂ ആണ്. ഉമ്യം ലേക്കിലെ ബോട്ടിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒന്നൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ക്ലോസ് ചെയ്തു, എന്നാലും ഒരു ലാസ്റ്റ് ഹോപ്പ് എന്ന രീതിയിൽ. ബോട്ടിംഗ് എന്തായാലും നടപടിയില്ല, കാരണം ടിക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ലേക്കിലേക്ക് തന്നെ പോയി കുറച്ച് നേരം കാലൊക്കെ നനച്ച് ഇവിടുത്തെ നേച്ചറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ച് ഗുവാഹട്ടിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. നമ്പ്യാർ ഇതിന് മുമ്പ് ഇവിടെ വന്നതാണ്. മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ അവർ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നപ്പം ഗുവാഹട്ടിയിൽ വന്നപ്പം പുള്ളിക്കാരിയും ഒരു ഫ്രണ്ടും കൂടി സൂം കാർ എൻ്റെ അടുത്ത് ഇവിടം വരെ ജസ്റ്റ് വന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മകളിലാണ് നമ്പ്യാർ. നീ എവിടെയാ വന്ന് ലാസ്റ്റ്? നമ്മളെ ഈ ഏരിയ തന്നെ. നല്ല തണുപ്പുണ്ടല്ലോ. നമ്മളങ്ങനെ ഗുവാഹട്ടി സിറ്റിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ താമസ സ്ഥലത്തേക്ക് ആണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. നമ്മൾ സെറ്റിൽ ആവാനുള്ള പരിപാടിയാണ്. നല്ല ചെറിയൊരു സ്പേസ് ആണ്. ആ ചെറിയ സ്പേസ് എത്ര അടിപൊളിയായിട്ട് അവർ ചെയ്തിരിക്കുന്നതൊക്കെ. തുറന്നു കഴിഞ്ഞാൽ ചെറിയ സെറ്റപ്പാണ്. ഒരു അപ്പാർട്ട്മെന്റ് പോലെ കുറേ ചെറിയ ഇങ്ങനത്തെ റൂംസ് ഉണ്ട് താഴെ. ഓൾറെഡി ഒരു കിച്ചണും ഉണ്ട്. ഞാൻ കാണിക്കാൻ നോക്കി. ചെറിയൊരു കിച്ചണുണ്ട് ഇവിടെ. എന്തായാലും നമ്മൾ സെറ്റിലായി കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകണം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ഫുഡ് പ്രൊവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് ഹോസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ നടന്നു പോവാണ്. ഗുവാഹട്ടി വളരെ ഡേർട്ടി ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ചെറിയ കുട്ടി സ്കൂട്ടർ ഓട്ടോറിക്ഷകളൊക്കെ കാണാം. സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഭയങ്കര സ്റ്റിങ്കി ഫീലിംഗ് ഒക്കെ ആയിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു സമാധാനമായി. നല്ല ഫുഡ് അവർ സെർവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വൃത്തിയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമ്മളെന്തായാലും ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാണ്. നാളെ
നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് കാസരംഗിലേക്കാണ് പോകുന്നത്. 4 hours ഉണ്ട് ഇവിടുന്ന് കാസരംഗ വരെ എത്താനായിട്ട്. ഗുവാഹട്ടിയിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇതുപോലെ ഡേർട്ടി ആയിട്ടുള്ളൊരു സിറ്റി ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എക്സ്പീരിയൻസും ചെയ്യുന്നുണ്ട്. എന്തായാലും നാളത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഗുഡ് നൈറ്റ്.